ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ടോപ്പിക്കുകളാണ്. മെഷർമെൻറ്റ് ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കുകൾ, നമുക്ക് ക്യാരക്ടറിസ്റ്റിക്കുകൾ പഠിക്കാതെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റുകളിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ നോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ള കൺസെപ്റ്റുകൾ നമ്മൾ പതുക്കെ വരും. സോ we can have another discussion of your characteristics, that is the dead time and dead zone. Okay, dead time and dead zone. അപ്പോൾ ഈ ഡെഡ് ടൈം ആൻഡ് ഡെഡ് സോൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് നിങ്ങളെ പോയിൻ്റർ എപ്പോഴും ഇവിടെ നിന്നൊരു സീറോ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ എപ്പോഴും ദ പോയിൻ്റർ വിൽ ടേക്ക് സം മിനിമം ടൈം, ഒരു ചെറിയൊരു മിനിമം ടൈം എടുക്കും ഇതിന് സീറോ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇനർഷ്യയാണ്, മൂവിങ് സിസ്റ്റത്തിന് ഇനർഷ്യ കാരണമാണ് ഒരു മിനിമം ടൈം എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. സീറോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സീറോ പൊസിഷനിൽ നിന്ന് പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആ ഒരു ചെറിയൊരു മിനിമം ടൈം എടുക്കുന്നത്. ആ മിനിമം ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീറോ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം സമയം, അതിനാണ് ഡെഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഡെഡ് സോൺ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഡെഡ് സോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദർ ഈസ് നോ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൽ ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതായത് ഫോർ ലാർജ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് ക്വാണ്ടിറ്റി, നിങ്ങളുടെ ഇൻപുട്ട് ക്വാണ്ടിറ്റിയിൽ വളരെയധികം ചേഞ്ച് വരുത്തിയാലും വാട്ട് ഹാപ്പൻസ് ഈസ് ദർ ഈസ് നോ ഔട്ട്പുട്ട് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റുകളിൽ ഔട്ട്പുട്ട് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ, നിങ്ങൾ ലാർജ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് ക്വാണ്ടിറ്റി വരുത്തുന്നത്, അതായത് ഇൻസ്ട്രുമെൻറ്റുകളിലൊന്നും വരുന്നില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ലാർജ് ഇത് സമയം കൊടുക്കുന്നുണ്ട്, ആ ഒരു സമയത്തിനാണ് നമ്മൾ ഡെഡ് സോൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അത് സോണാണ്, ഒരു ഏരിയ ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സമയം, അതായത് ഇവിടെ എന്താണ്, ഇവിടെ ഔട്ട്പുട്ട് സീറോ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ഔട്ട്പുട്ട് എന്താണ് സീറോ ആണ്. ഈ ഒരു സോണിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഡെഡ് സോൺ. ക്ലിയർ? ആ ഒരു ഏരിയയിൽ എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് നിരന്തരം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെഡ് സോണ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ ചെറിയതായിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ഡെഡ് ടൈമും ഡെഡ് സോണും. ഡെഡ് സോണിലുള്ള ചോദ്യം ഒന്ന് ഇത് വരാം, ദർ ഈസ് നോ ഔട്ട്പുട്ട് ഫോർ എ ലാർജ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ന് വരാം. രണ്ടാമത് ഇതിൻ്റെ കാരണങ്ങളാണ്, ഡെഡ് സോൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ബാക്ക് ലാഷ് ഒരു കാരണമാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ബാക്ക് ലാഷ് അല്ലെങ്കിൽ നമ്മൾ പറയാം ഹിസ്റ്ററിസിസ്. ഓക്കെ, ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഡിഫറെൻറ്റ് റീഡിങ്സ് എന്നുള്ള ലെവലിൽ പറഞ്ഞു. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് എഫക്റ്റുകളാണ്. ഓക്കെ, ദേ ആർ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് എഫക്ട്സ്. രണ്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് എഫക്ട്സ് ആണ് വെൻ ലോഡിങ് ആൻഡ് അൺലോഡിങ്. ലോഡിങ് ചെയ്യുമ്പോഴും അൺലോഡിങ് ചെയ്യുമ്പോഴും ഉള്ള ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് എഫക്റ്റുകളാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ. അതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ നോൺ കോയിൻസിഡൻസ്. നമ്മൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും ഡിഫറൻസുകളെയാണ് നമ്മൾ ഡെഡ് സോണ് എന്നുള്ള ലെവലിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, സോറി ഡെഡ് സോൺ അല്ല, ഹിസ്റ്ററിസിസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ രണ്ടും ലോഡിങ് അൺലോഡിങ് വരുമ്പോൾ പ്രശ്നത്തിലും ഇത് വരുന്നില്ല. അപ്പോൾ ബാക്ക്ലാഷ് ഹിസ്റ്ററിസിസ്. ഈ ഡെഡ് സോണിനെ തന്നെ വേറെ പേരുകളിട്ടും വിളിക്കാറുണ്ട്. ഡെഡ് ബാൻഡ് എന്നോ അല്ലെങ്കിൽ ഡെഡ് സ്പേസ് എന്നോ വിളിച്ചാലും ഒക്കെ സെയിം സംഗതി തന്നെയാണ്. ഡെഡ് ബാൻഡ് എന്നോ ഡെഡ് സ്പേസ് എന്നോ ഒക്കെ വിളിച്ചാലും എന്താണ് സെയിം സംഗതി തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രിഫ്റ്റാണ്. ഓക്കെ, ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. ഡ്രിഫ്റ്റ് ആക്ച്വലി ഒരു എറർ തന്നെയാണ്. ഓക്കെ, ഇതും എന്താണ് എറർ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എറർ
എറർ തന്നെയാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ എറർ കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ മൊത്തം സ്കെയിലിൻ്റെ റേഞ്ചിൻ്റെ മൊത്തം സമയത്തും ആ എറർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രിഫ്റ്റ് പലതരത്തിലുള്ള ഡ്രിഫ്റ്റുകളുണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു ഗ്രാഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്കെയിലിൻ്റെ റീഡിങ്, നിങ്ങളുടെ ഔട്ട്പുട്ട്, ഇത് നമ്മുടെ എന്താണ്? ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളെ സാധാരണ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്കുകളിൽ വരേണ്ട ഇതാണ് നിങ്ങളുടെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക് ഡോട്ടഡ് ലൈൻ. നിങ്ങൾക്ക് വരുന്നത് ആക്ച്വലി ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഈ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഡ്രിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് സീറോ ഡ്രിഫ്റ്റ്. ഓക്കെ, ഇത് കാരണം വിളിക്കുന്നതാണ് ഇത് സീറോ ഡ്രിഫ്റ്റ്. സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വെച്ചാൽ ദർ ഈസ് ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാവും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല, കാരണം സീറോ തന്നെയാണ് ഇൻപുട്ട് ഉള്ളത്. പക്ഷെ എന്താണ്? ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നു. അതായത് ദർ ഈസ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബട്ട് നോ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ ചേഞ്ച് ഇല്ല, പക്ഷേ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സീറോ ഡ്രിഫ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് സീറോ ഡ്രിഫ്റ്റ്. ക്ലിയർ? ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റുകളിൽ ഉണ്ടാവുന്ന ഈ എന്താണ്? ഇൻസ്റ്റെബിലിറ്റിയാണ്. ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് യുവർ കമ്പോണൻസ്. ഓക്കെ, നമ്മുടെ കമ്പോണൻറ്റുകൾ ഉണ്ടാവുന്ന ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ചേഞ്ചുകളൊക്കെ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ അത്തരത്തിലൊരു സംഭവം ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു ഡ്രിഫ്റ്റ് ഉണ്ട്, അതാണ് സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്. ഓക്കെ, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ വേറൊരു ഡ്രിഫ്റ്റ് വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ നോർമലായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ വേറെ ഡ്രിഫ്റ്റ് ഉണ്ട്, ഇതിനെ വിളിക്കുന്നവരാണ് സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് ഇതാണ് നിങ്ങളുടെ എന്ത്? ഐഡിയൽ കേസ്. ക്ലിയർ? അപ്പം ഈ ഒരു അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്തുകൊണ്ട് വെക്കാം. ഓക്കെ, സോണൽ ഡ്രിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വരുന്നില്ല. അപ്പോൾ ഇനി നമ്മളപ്പോൾ കുറേ ക്യാരക്ടറിസ്റ്റിക്കുകൾ പഠിച്ചു. ഇനി ഒരു ക്യാരക്ടറിസ്റ്റിക്കും കൂടി പഠിക്കാണ്ട്, അതിന് നമുക്കൊരു ഗുഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈറബിളും അൺഡിസൈറബിളും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ലീനിയാരിറ്റി. എന്താണ് ലീനിയാരിറ്റി? ഓക്കെ, അപ്പം ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ലീനിയർ ആവുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അതായത് ലീനിയർ ഔട്ട്പുട്ട് തരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രപ്പോർഷണൽ ടു ഇൻപുട്ട് അല്ലേ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്തോറും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഒരു നല്ലൊരു കാര്യം. അപ്പം ലീനിയാരിറ്റി ബിഹേവിയർ എപ്പോഴും വരുന്നത് നിങ്ങളൊരു ഇൻസ്ട്രുമെൻറ്റിന് എപ്പോഴും എന്താണ്? നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ച് അത് എന്താണ്? ഒരു ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ പറയുന്നു, ഇത് നിങ്ങളുടെ ഇൻപുട്ട്, ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് ഇതാണ് നിങ്ങളുടെ ഒരു ഐഡിയലൈസ്ഡ് കർവ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഐഡിയൽ കർവ്. ഇവിടെ ഇത് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആക്ച്വൽ കാലിബ്രേഷൻ കർവ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, നമുക്ക് ആക്ച്വൽ കാലിബ്രേഷൻ കർവ് എന്ന് വിളിക്കാം. ഈ ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡീവിയേഷൻ, ഈ ഒരു ഡീവിയേഷനെ നമ്മൾ വിളിക്കുന്നത് മാക്സിമം ഡീവിയേഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ വിളിക്കുന്നതാണ് മാക്സിമം ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷനിൽ ലെവലിൽ ഇത് വരാം, പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലായിട്ട് വരിക. എപ്പോഴും ഐഡിയൽ ആവണമെന്ന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ അനലൈസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് ഇൻസ്ട്രുമെൻ്റ് ബാഡ് ഇൻസ്ട്രുമെൻ്റ് കൺസെപ്റ്റുകളാണ്. ഓക്കെ,
അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോൺ ലീനിയറിറ്റി, അതായത് നോൺ ലീനിയറിറ്റീൻ്റെ പേഴ്സൻറ്റേജും കൂടി ഒന്ന് നോക്കാം. പേഴ്സൻറ്റേജ് നോൺ ലീനിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് ഔട്ട്പുട്ട് ഫ്രം ഐഡിയലൈസ്ഡ് സ്ട്രെയിറ്റ് ലൈൻ, maximum deviation of output from idealized straight line divided by full scale reading, അതിപ്പം IFSD അല്ലെങ്കിൽ VFSD എന്ത് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്സ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെ, അതുപോലെ തന്നെ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ ഏതൊക്കെ എന്നുള്ള ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കും അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കും നമുക്ക് അറിയണം. ഒരു ഗുഡ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ആക്യുറസി, അതുപോലെ തന്നെ പ്രിസിഷൻ, ദെൻ റിപ്പീറ്റബിലിറ്റി ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ റീപ്രൊഡ്യൂസബിലിറ്റി, ദെൻ സെൻസിറ്റിവിറ്റി, ദെൻ റെസല്യൂഷൻ, സിമിലർലി ലീനിയാരിറ്റി. ഒരു ക്യാരക്ടറിസ്റ്റിക് കൂടി ഉണ്ട്, അതാണ് ഫിഡിലിറ്റി. ഓക്കെ, ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൈനാമിക് എറർ 0 ആവുക, ഡൈനാമിക് എറർ ഈസ് 0, അതിനെയാണ് നമ്മൾ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്കുകളാണ് നമ്മൾ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കുകളായിട്ട് വരുന്നത്. ഇനി അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് എററുകളാണ് മെയിനായിട്ട്, അതായത് ലിമിറ്റിംഗ് എറർ, അതുപോലെ തന്നെ ഹിസ്റ്ററിസിസ് എറർ, സിമിലർലി ഡെഡ് ടൈം, അതുപോലെ ഡെഡ് സോണ്, ദെൻ ഡ്രിഫ്റ്റ്, ദെൻ നോൺ ലീനിയാരിറ്റി. ഇവരൊക്കെയാണ് നിങ്ങളുടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഡിസൈറബിളും അതുപോലെ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സും ഒന്ന് നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് പോകാം. ഇനി അടുത്തത് ഈ എററുകളുടെ തന്നെ കുറച്ച് ക്ലാസ്. അപ്പം ഏകദേശം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്കുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തുകൊണ്ട് പോകാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എററുകളെ കുറിച്ചുള്ള കൺസെപ്റ്റുകളാണ്. എററുകൾ ചോദ്യപേപ്പറുകളിൽ എന്ത് ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പോൾ 2-3 എററുകൾ, സിമ്പിളായിട്ടുള്ള ഒരു 2-3 എററുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ എററുകളെ ബേസ്, അത് എററുകൾ പിന്നെയും നമ്മൾ അനലൈസ് ചെയ്യും, എന്നാലും അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോവാം. ഫസ്റ്റ് വണ്ണ് നിങ്ങളുടെ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക് എററുകളാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക് എറേഴ്സ്. ഓക്കെ, ഇപ്പോൾ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക് എററുകളിൽ വരുന്ന ഒന്നാമത്തെ സാധനമാണ് ഗ്രോസ് എറർ. ഓക്കെ, ഗ്രോസ് എറർ ഒരു ടൈപ്പാണ്. രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് എറർ. ദെൻ മൂന്നാമത്തത് നിങ്ങളുടെ റാൻഡം എറർ. ദെൻ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസെപ്റ്റുകളൊന്നും അങ്ങനെ നമുക്ക് ചോദിക്കില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോർമുല മാത്രം ഒന്ന് പറഞ്ഞുതരാം. സിമിലർലി പ്രോബബിൾ എറർ. ഓക്കെ, സ്റ്റാൻഡേർഡ് എററും പ്രോബബിൾ എററും അത്ര ക്വസ്റ്റ്യൻ കണ്ട് ചോദിക്കാറില്ല, പക്ഷെ എന്നിരുന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കത് പറഞ്ഞു പോകാവുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രോസ് എറർ കൺസെപ്റ്റാണ്. ഗ്രോസ് എറർ കൺസെപ്റ്റ്. അപ്പോൾ ഗ്രോസ് എറർ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഗ്രോസ് എറർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലീറ്റ്ലി ഹ്യൂമൻ മിസ്റ്റേക്കുകൾ കൊണ്ടുണ്ടാവുന്ന എററാണ്. ഓക്കെ, ഹ്യൂമൻ മിസ്റ്റേക്സ് കൊണ്ടുണ്ടാവുന്ന എറർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രോസ് എറർ ആണ്. അതിൻ്റെ കാരണങ്ങളുണ്ട്. ഹ്യൂമൻ മിസ്റ്റേക്കുകളിൽ വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലൂസ് കണക്ഷനുകൾ ഉണ്ടാവാം. ഓക്കെ, ലൂസ് കണക്ഷനുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വാല്യൂവിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്സ് ഉണ്ടാവാം. വാല്യൂ റീഡ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക്, വാല്യൂ എടുക്കുന്ന സമയത്ത് ടേക്കിംഗ് ദ വാല്യൂസ് ആ സമയത്തുള്ള മിസ്റ്റേക്സ്, അതുപോലെ മെമ്മറൈസിങ് നമ്മൾ ഓർത്തെടുത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഡൂയിങ് ചെയ്യുന്ന സമയത്തുള്ള കൺസെപ്റ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ. ഓക്കെ, ഈ ഗ്രോസർ എപ്പോഴും അല്ലതൊരു കോമൺ ആയിട്ടുള്ള എററല്ല. ഓക്കെ, എല്ലാ ഒബ്സർവറുകൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. പക്ഷേ എന്താണ്, ഹാപ്പൻസ്, ഹ്യൂമൻ മിസ്റ്റേക്കുകളാണ്, ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, സോ ദീസ് ആർ നോട്ട് കോമൺ ഫോർ ഓൾ ഓഫ് ദ ഒബ്സർവർ. എല്ലാ ഒബ്സർവറുകൾക്കും എന്താണ് കോമൺ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രോസ് എററിനെ നമുക്ക് വേരിയബിൾ എറർ എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾ എറർ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ എപ്പോഴും നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ നമ്മളുടെ മീറ്റർ എപ്പോഴും നമ്മുടെ ഐ കോണ്ടാക്റ്റുമായിട്ട് നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലാണ് കീപ്പ് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ പോയിൻ്ററും ഈ മീറ്റർ നമ്മൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ അത് റീഡിങ് എടുക്കേണ്ട കാര്യമാണ്. അത് എപ്പോഴും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എററുകളൊന്നും ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അനാലിസിസ്. അടുത്തത് സിസ്റ്റമാറ്റിക് എറർ. ഓക്കെ, അടുത്തത് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് പറയുന്ന 3 എററുകളാണ്. 3 എററുകൾ കൂടിയതാണ് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എററിൻ്റെ ഒന്നാമത്തതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഓക്കെ, ഒന്നാമതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. രണ്ടാമത്തതാണ് എൻവിയോൺമെൻ്റൽ എറർ. അപ്പോൾ ഇതൊക്കെ ഇതിന് അണ്ടറിൽ വരുന്നതാണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റൽ എറർ അതുപോലെ തന്നെ എൻവിയോൺമെൻ്റൽ എറർ. സിമിലർലി മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്, ഒബ്സർവേഷണൽ എററാണ്. ഓക്കെ, ഒബ്സർവേഷണൽ എറർ. അപ്പോൾ ആ ഒരു 3 കൺസെപ്റ്റുകൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ അതിൽ ഇൻസ്ട്രുമെൻറ്റുകൾ എറർ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ദ ഇൻഹറൻറ്റ് ഷോർട്ട് കമ്മിങ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റുകൾ എറർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഗ്രോസിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ കണ്ണുകളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ വാല്യൂവിൻ്റെ റീഡിങ് എടുക്കുന്ന പ്രശ്നം, അത് എഴുതുമ്പോഴുള്ള പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. ഇവിടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷോർട്ട് കമ്മിങ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏജിങ് പ്രശ്നങ്ങൾ, ഏജിങ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ എററുകൾ, സിമിലർലി ഹിസ്റ്ററിസിസ് എററുകൾ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് മിസ്യൂസ്. ഓക്കെ, മിസ്യൂസ് ഓഫ് യുവർ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക, അത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഓക്കെ, ഈ മിസ്യൂസ് ഗ്രോസ് എററിൽ വരുന്നതാണോ എന്ന് അല്ല. പക്ഷെ മിസ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ചൂസിങ് റോങ് റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു 50 വോൾട്ടേ മെഷർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ 100 വോൾട്ടിൻ്റെയോ അങ്ങനത്തെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് 50 വോൾട്ടിൻ്റെ ചെറിയൊരു ഇതിൽ തന്നെ വന്നാൽ മതി. അപ്പോൾ റേഞ്ച് സെലക്ഷനിൽ വരുന്നതാണ് മിസ്യൂസ് ഒരിക്കലും ഗ്രോസ് എററിൽ കൊണ്ടുപോയി ആൻസർ ചെയ്യരുത്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഇൻസ്ട്രുമെൻ്റൽ എററിലാണ് വരേണ്ടത്. അതുപോലെ തന്നെ ലോഡിങ് എഫക്റ്റുകൾ. ഓക്കെ, ലോഡിങ് എഫക്റ്റുകളൊക്കെ എന്താണ്, ഇൻസ്ട്രുമെൻ്റൽ എററിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 കൺസെപ്റ്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും
ക്ലിയർ ചെയ്ത് പോകും. അത് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും, അത് ചോദിക്കാറുണ്ട്. അടുത്ത ഒരു എറർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഏതാണ്, നമ്മുടെ എൻവിയോൺമെൻറ്റൽ എററുകളാണ്. ഓക്കെ, എൻവിയോൺമെൻറ്റൽ എറർ എന്ന് പറയുന്നത് സാധാരണ എൻവിയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന എററുകളാണ്. അതിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എൻവിയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, ഹ്യൂമിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ വരുന്നതാണ് നമ്മളെന്ത് ചെയ്യുന്നത് എൻവിയോൺമെൻറ്റൽ എററുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒബ്സർവേഷണൽ എററാണ്. ഈ ഒബ്സർവേഷണൽ എററുകളെ തന്നെ നമ്മൾ പാരലാക്സ് എറർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, പാരലാക്സ് എറർ. അപ്പോൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ പാരലാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻ്ററിൻ്റെ ഷാഡോ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാരലാക്സ് എന്നത് ഷാഡോ എറർ എന്നുള്ള ലെവലിലൊക്കെ വിളിക്കുക. ഷാഡോ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മുടെ ഒബ്സർവേഷണൽ എറർ. അപ്പോൾ നമ്മൾ ഈ ഷാഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷാഡോ പോയിന്ററിൽ ഉണ്ടാകുന്ന ഷാഡോ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്കെയിലിൻ്റെയും പോയിന്ററിൻ്റെ ഇടയിൽ ഒരു മിറർ സ്ട്രിപ്പ് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മിറർ സ്ട്രിപ്പുകൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ എററുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ചോദിക്കാം ഒരു മിറർ സ്ട്രിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്സർവേഷണൽ എററാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ സിസ്റ്റമാറ്റിക് എറർ, അപ്പോൾ 2 എററുകളേ ഉള്ളൂ ശരിക്കും. ഏതൊക്കെയാണ്, ഗ്രോസ് എററും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് എററും. ഇതിൽ ഗ്രോസ് എറർ വേരിയബിൾ എററാന്ന് പറഞ്ഞു, സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എററുകളാണ് കേട്ടോ. അതാണ് നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗ്രോസ് എററാണ് എപ്പോഴും ഒക്കർ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഗ്രോസ് എറർ വല്ലപ്പോഴുമേ ഒക്കർ ചെയ്യുള്ളൂ. ഹ്യൂമൻ മിസ്റ്റേക്സ് ആർ വെരി റയർ. പക്ഷേ ഇത് ഇൻസ്ട്രുമെൻറ്റുകളുടെ ലോഡിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മിസ്യൂസോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്ന വരാറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരം കോമൺ ഫോർ ഓൾ ഒബ്സർവേഴ്സ് വരുന്നതാണ് നമുക്ക് ഏത് വരുന്നത്, സിസ്റ്റമാറ്റിക് എറർ വരുന്നത്. ക്ലിയർ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തുകൊണ്ട് പോകും. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനുള്ള മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് വരുന്നത് ഈ 2 സെക്ഷനിൽ നിന്നാണ്. ബാക്കിയൊക്കെ വളരെ റെയറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദിക്കാനുള്ള സാധ്യത വരുന്നുള്ളൂ. ക്ലിയർ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മുടെ റാൻഡം എററാണ്. ഓക്കെ, ഈ റാൻഡം എററിനെ തന്നെ നമുക്ക് റാൻഡം എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം, എപ്പോഴെങ്കിലും അല്ലെങ്കിൽ റാൻഡമായിട്ട് വരുന്നതാണ്. അടുത്തത് ആക്സിഡൻ്റൽ എററുകളാണ്. ഓക്കെ, റാൻഡം എറർ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എറേഴ്സാണ്. ഈ റാൻഡം എറർ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എററുകൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അൺഐഡൻറ്റിഫൈഡ് സോഴ്സിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അൺഐഡൻറ്റിഫൈഡ് സോഴ്സസിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ സഡനായിട്ട് ഒക്കർ ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത് കുറേ ഉണ്ടാവും, കുറേ എററുകൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ എഫക്റ്റൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷേ എന്താണ്, കുറേ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു എററുകളാണ് റാൻഡം എറർ. ഓക്കെ, ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സ്റ്റാറ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമുക്കവിടെ നോട്ട് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക്കൽ അനാലിസിസ് പറഞ്ഞുകൊണ്ട് നമുക്ക് 2-3 പോയിന്റ് ഇവിടെ നിന്ന് അനലൈസ് ചെയ്യാം. സോ ഈ സ്റ്റാറ്റിക്കൽ അനാലിസിസിൻ്റെ വലിയ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും 2-3 കൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ ആദ്യം ഫോർമുലകൾ പറ്റുവാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ കുറേ ഒബ്സർവേഷനുകളുണ്ട്, x1, x2, x3 അങ്ങനെ ഈ xn വരെയുള്ള ഒരു n ടൈംസ് ഒബ്സർവേഷനുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിലൊന്നാമത്തെ അറിയേണ്ട കാര്യം ഇതിൻ്റെ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആവറേജ് വാല്യൂ. അപ്പോൾ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ ഈസ് എക്സ് ബാർ ആണ് നമ്മുടെ ആവറേജ് വാല്യൂ. ഈ ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ എല്ലാ നമ്മുടെ
വാല്യൂകളെയും നമ്മൾ എന്ത് ചെയ്യുക, സമ്മ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ x1 + x2 + x3 അപ് ടു xn ഡിവൈഡഡ് ബൈ n ആണ് നിങ്ങളുടെ എന്ത്, ആവറേജ് വാല്യൂ. ഓക്കെ. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഡീവിയേഷനെ സംബന്ധിച്ചാണ്. ഓക്കെ, ഡീവിയേഷൻ. ആ ഡീവിയേഷനാണ് നമുക്ക് ഡി എന്ന് പറയുന്നത്. അതായത് ഡീവിയേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ആവറേജ് വാല്യൂയിൽ നിന്ന് ഓരോ വാല്യൂകളെ നമ്മൾ എടുക്കണം. അപ്പം ഫസ്റ്റത്തെ ഡീവിയേഷൻ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് വാല്യൂ നിന്ന് ഓരോ വാല്യൂയിൽ നിന്ന് നിങ്ങളുടെ ആവറേജ് വാല്യൂ. അപ്പോൾ x1 മൈനസ് എക്സ് ബാർ, D2 എന്ന് പറയുന്നത് x2 മൈനസ് എക്സ് ബാർ, അങ്ങനെ വാല്യൂസ്. അപ്പോൾ DN എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് XN മൈനസ് എക്സ് ബാർ. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് വാല്യൂസിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ആവറേജ് ഡീവിയേഷൻ ആണ്. ഓക്കെ, മൂന്നാമതായിട്ട് ആവറേജ് ഡീവിയേഷൻ ആണ്. ഈ ആവറേജ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിട്ടുന്ന മൊത്തം ഡീവിയേഷൻ ഉണ്ടല്ലോ, അതായത് D1 D2 അതുപോലെ തന്നെ അങ്ങനെ DN വരെ പോവാം. ഇത് ടോട്ടൽ ഡിവൈഡഡ് ബൈ യുവർ നമ്പർ. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ വാല്യൂസ് മൂന്നെണ്ണം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഒന്ന് ആവറേജ് വാല്യൂ ആണ്, പിന്നൊന്ന് ഡീവിയേഷൻ ആണ്, പിന്നൊന്ന് എന്താണ്, ആവറേജ് ഡീവിയേഷൻ ആണ്. അങ്ങനെ ആ ഒരു 3 വാല്യൂസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ. ഇനി നാലാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സംബന്ധിച്ചാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഫ്രം യുവർ ആവറേജ് വാല്യൂ. ഓക്കെ, ഡീവിയേഷൻ ഫ്രം ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് ഇതിനെ കോമൺ ആയി ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ കൊണ്ടാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ജനറലി സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ പ്ലസ് അപ് ടു DN സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 ഫോർമുലകളുണ്ട്. അതായത് ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ 20. n 20യേക്കാൾ കൂടുതലാകുമ്പോഴുള്ള ഫോർമുലയാണിത്. ഇനി ഇതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ പ്ലസ് അപ് ടു DN സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 വരും. ഇതെപ്പോഴാണെന്ന് വെച്ചാൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ആവും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആ ഒരു ഫോർമുലയും നമ്മുടെ കയ്യിൽ വെറുതെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗ്രേറ്റർ ദാൻ 20 അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 വരുമ്പോഴുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലാസ്. ക്ലിയർ? ഇനി അടുത്ത ഒരു ഫോർമുല എന്ന് പറയുന്നത് പ്രോബബിൾ എററിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, പ്രോബബിൾ എറർ. ഇപ്പോൾ പ്രോബബിൾ എറർ എന്ന് പറയുന്നത് ജനറലി R റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ പ്രോബബിൾ എറർ R ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 0.6745 സിഗ്മ എന്നുള്ളൊരു വാല്യൂവിലാണ് വരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മുടെ കയ്യിൽ വേണം. അതും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളിൽ വരാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, പ്രോബബിൾ എറർ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഈ എററുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തുകൊണ്ട് പോകും. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റുകളിൽ വരുന്ന കുറേ കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നടത്തേണ്ടത്. അപ്പോൾ അതിൽ ഈ ഇൻസ്ട്രുമെൻറ്റുകളുടെ ഡിസ്കഷനിൽ മെയിനായിട്ട് വരുന്നത് പല ടൈപ്പ് ടോർക്ക് കൺസെപ്റ്റുകളാണ്. ഓക്കെ, പല ടൈപ്പ് ടോർക്ക് കൺസെപ്റ്റുകൾ. അപ്പോൾ ആ ടോർക്ക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടോർക്ക് കൺസെപ്റ്റുകളിൽ നമുക്ക് മേജറായിട്ട് ഓരോ ഇൻസ്ട്രുമെൻറ്റിനനുസരിച്ചിട്ട് ഓരോ ടോർക്ക് ഫിനോമിനകൾ വരും. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രുമെൻറ്റുകളിൽ തന്നെ എസ്പെഷ്യലി ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നമ്മൾ പറഞ്ഞു അത് ഒരു വാല്യൂ, ഒരു ക്വാണ്ടിറ്റി ഓഫ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്
ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് മെഷേർഡ്, അല്ലെ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അത് ജനറലി നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടാകുന്ന എന്താണ്, ഒരു പോയിൻ്റർ ഉണ്ടാവും. ആ പോയിൻ്റർ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു സ്കെയിൽ വിത്ത് റെസ്പെക്ട് ടു എ സ്കെയിൽ അതെന്ത് ചെയ്തോളൂ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സിസ്റ്റം. അത് ജ്വൽഡ് ബിയറിംഗ് കൊണ്ട് അത് സപ്പോർട്ടറാണ്. അങ്ങനെ കുറേ കൺസെപ്റ്റുകളുണ്ട്, അത് നമുക്ക് അത്ര ആവശ്യം വരുന്നു തോന്നുന്നില്ല. അപ്പോൾ ഒരു പോയിൻ്റർ ഉണ്ട്, ആ പോയിൻ്റർ ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ, ഇതിനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയാം. ആ കാലിബ്രേറ്റഡ് സ്കെയിലിലെ മൂവ് ചെയ്യും. ആ മൂവിങ് സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പിവറ്റഡ് ഇൻ ജ്വൽഡ് ബിയറിങ്സിൽ അറ്റാച്ച്ഡ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റർ വിത്ത് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മൂവിങ് സിസ്റ്റമാണ്, ശരിയല്ലേ? ഇത് ഇങ്ങനെ സ്റ്റില്ലായിട്ടുള്ള സിസ്റ്റമല്ല, ഇതൊരു മൂവിങ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഈ മൂവിങ് സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ട് ഈ മൂവിങ് സിസ്റ്റത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ടോർക്കുകളുണ്ട്. ഓക്കെ, ആ 3 ടോർക്കുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റീസ്റ്റോറിംഗ് ടോർക്ക് എന്നുള്ളതാണ്. ഓക്കെ, കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് റീസ്റ്റോറിംഗ് ടോർക്ക് എന്നുള്ളതാണ്. മൂന്നാമത്തെ ടോർക്ക് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ടോർക്കാണ്. ഓക്കെ, മൂന്നാമത്തെ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡാമ്പിംഗ് ടോർക്കാണ്. അങ്ങനെ 3 തരത്തിലുള്ള ടോർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അനലൈസിന്. പിന്നെ ഒരു ടേം പഠിക്കാനുള്ള എപ്പോഴും ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ പറയുന്നതാണ് റേഞ്ച് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, എന്താണ് ആക്ച്വലി റേഞ്ച് എന്ന് പറയുന്നത്? അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ഡെഫിനേഷൻ എന്താണ്, ദ മീറ്റർ ഈസ് കാലിബ്രേറ്റഡ്. നമ്മളെല്ലാ മീറ്ററുകളും കാലിബ്രേറ്റ് ചെയ്യുന്നത്, ദ മീറ്റർ ഈസ് കാലിബ്രേറ്റഡ് ടു റീഡ് എ വാല്യൂ, ഒരു വാല്യൂയെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. എവിടെ നിന്ന് എവിടെ വരെ, ഫ്രം എ മിനിമം വാല്യൂ, ഒരു മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂ വരെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യുന്ന, മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ സ്പാൻ ആണ്. സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്കെയിൽ. സ്കെയിലിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഓൾജിബ്രിക് ഡിഫറൻസ് ഓഫ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഓൾജിബ്രിക് ഡിഫറൻസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. ഓക്കെ, മാക്സിമം വാല്യൂ മിനിമം വാല്യൂയുടെയും ഓൾജിബ്രിക് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെങ്ത്ത്, സ്കെയിലിൻ്റെ ലെങ്ത്ത് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ലെങ്ത്തിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പാൻ എന്നുള്ള ലെവലിൽ വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു അനാലിസിസ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ അത് ഈ ടോർക്കുകളുടെ പേരുകൾ ഓർത്ത് വയ്ക്കുക, ഈ റേഞ്ചും സ്പാനും എന്താണെന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതിൽ ആദ്യത്തെ കൺസെപ്റ്റ് പറയാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ കൺസെപ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ജനറലി റെപ്രസെൻ്റ് ടി ഡി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഇൻസ്ട്രുമെൻറ്റിന് റീഡിങ് കാണിക്കുന്നത് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വഴിയാണ്. അതായത് അതിനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുത്തുകൊണ്ട്, അതായത് നമ്മൾ നേരത്തെ കുറേ എഫക്റ്റുകൾ പറഞ്ഞു, ഏതാണ്, മാഗ്നറ്റിക് എഫക്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്, ദെൻ സിമിലർലി കെമിക്കൽ എഫക്റ്റ്, ദെൻ തെർമൽ എഫക്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള എഫക്റ്റുകളും പറഞ്ഞു. ആ എഫക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോയിൻ്ററിനെ, നമ്മൾ ഇവിടെയാണ് ഇപ്പം പോയിൻ്റർ എങ്കിൽ ഈ പോയിൻ്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഈ ഒരു ടോർക്കിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ക്ലിയർ? അപ്പോൾ ടോർക്ക് എല്ലാത്തിൻ്റെയും ടോർക്ക് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഒരു പോയിൻ്ററിനെ ആ ഒരു എഫക്റ്റ്, ഏതെങ്കിലും ഒരു എഫക്റ്റ് കാരണം ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ആ ഒരു ടോർക്കിനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇതിപ്പോൾ സപ്പോസ് ഈ ഒരു പോയിൻ്റർ കുറച്ചും കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അതായത് ഈ പോയിൻ്റർ ഇവിടെയാണ് നിങ്ങളുടെ
ഇത് 0 പൊസിഷനാണ്, ഇത് 1, ഇത് 2, ഇത് 3 ഇങ്ങനെയാണെങ്കിൽ ഈ പോയിന്റർ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു, ഈ ഒരു ടോർക്ക് ഇതിനാണ് ഡിഫ്ലക്റ്റ്. അപ്പോൾ 0 പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആ മൂവിങ് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാൻ പറ്റുമോ ആ ഒരു ടോർക്കിനാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിന് പല കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൽ എപ്പോഴും 0 പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോർക്കാണ്. അപ്പം എപ്പോഴും അപ്പോൾ ഒരു സംശയം ചോദിക്കുക, അതായത് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമാണ് ഒരു മീറ്ററിനുള്ളതെന്ന് വിചാരിക്കും. ഒരു മീറ്ററിന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പോയിന്റർ എന്ത് ചെയ്യും, ആ പോയിന്റർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകും, അത് ഫുൾ സ്കെയിൽ വാല്യൂവിലേക്ക് പോകും. കണ്ടില്ലേ, ഇവിടെ വരെ എന്ത് ചെയ്യും, പോവും അല്ലേ. അപ്പോൾ ഫുൾ സ്കെയിൽ വാല്യൂവിലേക്ക് പോവും. എങ്ങനെ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമാണുള്ളതെങ്കിൽ. അപ്പോൾ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒരിക്കലുമല്ല. പിന്നെ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് തന്നെ എക്സാമ്പിളാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കും. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് TM എന്നും എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോയിന്ററിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക എന്നുള്ള ഒരു ലെവൽ ഓഫ് അനാലിസിസ് അല്ല വേണ്ടത്. നമ്മൾ ഈ പോയിന്ററിനെ എന്തെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ പോയിന്ററിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോർക്കാണ് കൺട്രോളിങ് ടോർക്ക്. നമ്മൾ ആ പോയിന്ററിനെ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടോർക്കാണെന്ന് കൺട്രോളിങ് ടോർക്ക്. അപ്പോൾ കൺട്രോളിങ് ടോർക്കിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ എത്രത്തോളം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോകുന്നു, കറക്റ്റ് ആ ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന, ഇറ്റ് ഒപ്പോസസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോർക്കാണ് കൺട്രോളിംഗ്. അപ്പോൾ എത്രത്തോളം ഡിഫ്ലക്ഷനായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു അത്രത്തോളം എന്ത് ചെയ്യണം, കൺട്രോളിംഗ് ആയിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ പോയിന്റർ ഫൈനലി ഒരു സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഈ ഒരു പോയിന്ററിനെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയും അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ടോർക്കുകളും ഈക്വൽ ആവണം എന്നാണ് പറയാറ്. ക്ലിയർ? ഈ രണ്ട് ടോർക്കും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ ഇക്വിലിബ്രിയം എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ക്ലിയർ? അപ്പം നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ, ഇത് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്തോളും, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഇതിനെ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് വിളിക്കും. അപ്പോൾ റീസ്റ്റോറിംഗ് ടോർക്ക് ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോയിന്റർ ഒരു സമയത്ത് നമ്മൾക്ക് റീസ്റ്റോറിംഗ് ടോർക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് എന്നോ അല്ലെങ്കിൽ നമുക്ക് ബാലൻസിങ് ടോർക്ക് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ടോർക്കൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് കൺട്രോളും രണ്ടാമത്തത് ഗ്രാവിറ്റി കൺട്രോൾ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റുകൾ പറഞ്ഞു തരുന്നതാണ്. സ്പ്രിങ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും എന്നുള്ള ലെവലിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജനറലി ഈ പറഞ്ഞ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ ഡാമ്പിംഗ് ടോർക്കിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡാമ്പിംഗ് ടോർക്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഈ ഡാമ്പിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ പോയിന്റർ നമ്മളിവിടെയാണ് ഉള്ളതെങ്കിൽ ഈ പോയിന്റർ ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റിങ്ങും ഇങ്ങോട്ടേക്ക് കൺട്രോളിങ്ങും ഒക്കെ വന്ന് ഇക്വിലിബ്രിയം നിൽക്കുമെന്ന് പറയുമെങ്കിലും ശരിക്കും അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കാറില്ല, അല്ലെങ്കിൽ ഫൈനൽ വാല്യൂയിലേക്ക് വന്ന് നിൽക്കാറില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ ഒക്കെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓസിലേഷനുകളെ എലിമിനേറ്റ് ചെയ്യാൻ, ടു എലിമിനേറ്റ് ദ ഓസിലേഷൻസ്, ഓക്കെ, ഓസിലേഷനുകളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടോർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡാമ്പിംഗ് ടോർക്ക്. ക്ലിയർ ആയില്ല? അപ്പോൾ ഫൈനൽ വാല്യൂവിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഓസിലേഷൻസിനെ റെഡ്യൂസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ടോർക്കാണെന്ത്, ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ഫൈനൽ സ്റ്റഡി വാല്യൂ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡാമ്പിംഗ് ടോർക്കും നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും എന്താണ്, ഈക്വൽ ആണ്. ഇതിനാണ് ഫൈനൽ സ്റ്റഡി വാല്യൂ എന്ന് പറയുന്നത്.
ഈ സമയത്ത് നിങ്ങളുടെ പോയിന്ററിൻ്റെ സ്പീഡ് ഉണ്ടാവുമോ? ഇല്ല. പോയിന്ററിലെ സ്പീഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ദർ ഈസ് നോ ഡാമ്പിംഗ് ടോർക്ക്. ക്ലിയർ? ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ബാലൻസിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഡാമ്പിംഗ് ടോർക്ക് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഓസിലേഷനുകളെ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്തേക്ക് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ TD ആൻഡ് TC. ക്ലിയർ? ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ TCയും TDയും എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, TCയും TDയും എപ്പോഴും എന്താണ്? ഡിപ്പെൻഡൻറ്റും ആണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഫൈനൽ സ്റ്റേറ്റിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. എപ്പോഴും നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്? നടത്താറ്. ഓക്കെ, അപ്പോൾ ആ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരണം എന്നുള്ളൊരു കൺസെപ്റ്റും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വളരെ വിശദമായിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്തണം. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിങ്, ഡാമ്പിങ്ങിൻ്റെ ജനറൽ അനാലിസിസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഡിഫ്ലക്റ്റിങ്ങിൽ തന്നെ ഡിഫ്ലക്റ്റിങ്ങിൽ എത്ര ടൈപ്സ് പഠിക്കാനല്ലേ? പക്ഷേങ്കിൽ നമ്മുടെ കൺട്രോളിങ്ങിൽ പഠിക്കാനുള്ളത് നമ്മൾ സ്പ്രിങ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും ഉണ്ട്. ഡാമ്പിംഗ് ടെക്നിക്സിൽ നമുക്ക് 3 തരത്തിൽ ഡാമ്പിംഗ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് മുതലായ ഡാമ്പിങ്ങുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഡാമ്പിങ്ങുകളും കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റുകളുടെ വളരെ കോറായിട്ടുള്ള പല കൺസെപ്റ്റുകളും ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈപ്പുകളിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ കൺട്രോൾസും അതുപോലെ ഡാമ്പിംഗ് ടെക്നിക്സും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. കൂടുതൽ കൺസെപ്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.